അസ്സലാമലൈക്കും മക്കളെ, സുഖേനല്ലേ നിങ്ങൾക്കെല്ലാം? ഇന്ന് ഞാനൊരു കൊള്ളിൻ്റെ റെസിപ്പി, കൊള്ളിയും ചിക്കനും ഇട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുക്കറിൽ കൊള്ളി ഇടാം. കൊള്ളി എന്നും പറയും, കപ്പയെന്ന് ഓരോ നാട്ടിൽ കപ്പയെന്ന് പറയും, ഓരോ നാട്ടിൽ കൊള്ളി എന്ന് പറയും. നമ്മളെ ഈ നീലാശ്വര നാട്ടിൽ കൊള്ളി എന്നാണ് മക്കളെ പറയുന്നത്. അതുകൊണ്ട് കൊള്ളിയും ചിക്കനും ഇല്ലേ ഒരു റെസിപ്പിയാണ്. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഇനി വേവട്ടെ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഉള്ളി നന്നായി ഒന്ന് വാടട്ടെ. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്, ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. ഉള്ളി വേഗം വാടുമല്ല, അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട വേഗം വാടും. ഇതിലേക്ക് ഒരു നീരുള്ളിയാണ് ഞാൻ മുറിച്ചത്. ഒരു നീരുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, 3 പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇത് വാടട്ടെ. ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഇടുന്നുണ്ട്. 2 തക്കാളി നല്ലോണം വാടട്ടെ. 2 തക്കാളി ഇട്ട് നന്നായി ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയിടാം. ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ട്, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിച്ച് നന്നായി ഒന്നിത് ഇളക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ ഉണ്ട് തോന്നുന്നു. 1 കിലോ ചിക്കൻ ഉണ്ട്. അത് 2-3 കിലോ ഒന്നിച്ച് കൊടുത്തിട്ടാകുമ്പോൾ എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് കണക്ക് കറക്റ്റായിട്ട് ചിക്കൻ്റെ കണക്ക് പറയാൻ പറ്റൂല. നന്നായി ഒന്ന് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉള്ളി വാടാൻ ഞാൻ കുറച്ച് ഉപ്പിട്ടിനി. ഇനിയിപ്പം ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. നന്നായി ഒന്ന് വേവട്ടെ. നല്ല കൊള്ളിയും ചിക്കൻ കറിയും. ചിക്കൻ കറി റെഡിയായി മക്കളെ. ഇനി നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പും ഇട്ട് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെക്കാം, മൂടി വെക്കാം. കൊള്ളി നന്നായി വെന്ത് പാകത്തിന് വെന്ത് ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഇടുന്നത് കാണാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അതിലേക്ക് ഞാൻ കൊള്ളി പൂങ്ങിയത് ഇടുന്നുണ്ട്. കൊള്ളി പൂങ്ങിയതിട്ട് നന്നായി ഇതൊന്ന് കപ്പിയും ചിക്കനും നമ്മളെ റെഡിയായി മക്കളെ. അടിപൊളിയായി. പിന്നെ നമുക്ക് കഴിക്കുന്നത് കാണാം. നമ്മുടെ ചിക്കനും കൊള്ളിയും ഇവിടെ റെഡിയായി മക്കളെ. നമ്മളത് കഴിക്കാനിരിക്കുന്ന നല്ല അടിപൊളി കൊള്ളിയാണ്. നല്ല ഇതേപോലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാ പുരക്കും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ പുതിയ ആൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമലൈക്കും.